ഞാനൊരു ചെറിയ പരീക്ഷണം നടത്താറുണ്ട്, നിങ്ങൾ ചിലർ കേട്ട് കാണും. ഈ താളങ്ങളെ ധ്വനിപ്പിക്കാൻ ഇൻസ്ട്രുമെൻ്റ് ഒന്നും ആവശ്യമില്ല, നമ്മൾ ചുമ്മാ സംസാരിച്ചാൽ മതി. ഈ കാണുന്ന വരികൾ വായിച്ചാൽ സടുല ചപല കമല വിമല ലളിത മറിയ എന്ന് പറഞ്ഞാൽ തക്കിട്ട 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 തകിട എന്ന് പറഞ്ഞാൽ നമ്മുടെ തിസ്ര നടയാണ്. വെറുതെ വാക്കുകൾ പറഞ്ഞാൽ മതി, അതേ മാത്രമുള്ള വാക്കുകൾ പറഞ്ഞാലും ഉണ്ടാകും. ഞാൻ ഇംഗ്ലീഷിലും കൂടെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. മെറിലി ലിബറൽ സെവറൽ മെലഡി എന്ന് പറഞ്ഞാൽ തിസ്ര നടയെ മാത്ര കണക്കെടുത്ത് നോക്കിയാൽ നമുക്കത് കണ്ടുപിടിക്കാനോ. പദം മുഖം ജലം രസം തദ്ദിം 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 തിസ്ര നടയാണ്. ഇത് ചതുരശ്ര നടയാണ്. അടിപിടി കലപില മുഖവില പറയുക എന്ന് പറഞ്ഞാൽ തകതിമ്മി തകജണ്ണു തകതിമ്മി തകജണ്ണു. നമ്മുടെ നാട്ടിലെ പാശ്ചാത്യർ ഇതിനെ 1 2 3 4 1 2 3 4 എന്ന് പറയും. നമ്മൾ യഥാർത്ഥത്തിൽ അതിന് മനോഹരമായിട്ടുള്ള സിലബിൾസ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് മൃദംഗത്തിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് അത് വരുന്നത് അല്ലേ. അതിന് പുറമേ അതിലൊരു ലേശം സംഗീതം കൂടെ ഉണ്ട്. 1 2 3 4 എന്ന് പറയുന്ന പോലെയല്ല തകതിമി തകജണു എന്ന് പറയുന്നു. തക്കത്തിമി തക്കജണു തക്കത്തിമി തക്കജണു എന്ന് പറയുമ്പോൾ ഒരു ലേശം സംഗീതം കൂടെ ഒരു ചെറിയൊരു ഗമകം കൂടെ അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ താളത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ പ്രത്യേക ഒരു സൗന്ദര്യ അനുഭൂതി നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് 1 2 3 4 എന്ന് പറയുന്നതും തകതിമി തകജണു എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. ഇതും ചതുരശ്ര നടയാണ്. നമ്മൾ മാത്ര കണക്ക് വെച്ച് നോക്കിയാൽ 4 മാത്രയാണ്. ലളിതം പഠനം ചടുലം വദനം തകതീം 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 എന്നുള്ളത് ചതുരശ്ര നട. ഇത് ഖണ്ഡ നടയാണ്. ഇത് 2 ദീർഘാക്ഷരം വരുന്നു. സീമന്തം, സി എന്നുള്ളതും ഇന്തം എന്നുള്ളത് രണ്ടും വലിയ മാത്രമേ ഉള്ളൂ, അതായത് 2 മാത്ര വീതമുള്ളതാണ്. നടുക്ക് മാ എന്നുള്ളത് ഒരു മാത്ര, 5 മാത്ര വരും. സീമന്തം ഹേമന്തം ഭൂകമ്പം കാടത്തം എന്ന് പറഞ്ഞാൽ ഖണ്ഡ നടയിലുള്ള ഒരു താളമായി നമ്മൾ വാക്കുകൾ പറഞ്ഞാൽ മതി. ഇതും അതുപോലെ തന്നെ മറ്റതിൽ ദിം തദീം ദിം തദീം ദിം തദീം ദിം തദീം എന്നാണെങ്കിൽ ഇവിടെ തദീം ദിം തദീം ദിം തദീം ദിം കലാപം വിരാസം വരാമോ തരംഗം എന്ന് പറയുമ്പോൾ വേറെ അതിൻ്റെ സ്ട്രെസ് മാറി എന്നുള്ളതേ ഉള്ളൂ. ആ നടയ്ക്ക് ഒരേ രീതിയിലാണ്. മരണവും ജനനവും റിയലിസം പെസിമിസം ഇവിടെ 3 ചെറിയ മാത്രയുള്ള അക്ഷരങ്ങളും ഒരു വലിയ അക്ഷരവും കൂടെ ചേർത്ത് 5. ഇതും ഖണ്ഡ നടയാണ്. ഇത് നമ്മുടെ എഴുത്തച്ഛന് വളരെ ഇഷ്ടമുള്ള ഖണ്ഡ നടയാണ്. അദ്ദേഹം എല്ലാ ലഘു അക്ഷരങ്ങൾ വെച്ചിട്ട് ഇതുണ്ടാക്കിയിരിക്കുകയാണ്, താളം ഉണ്ടാക്കിയിരിക്കുകയാണ്. പല തവണ അതിമധുര വരണമിനി ചടുല മിഴി, അതാണ് രാമായണത്തിൽ ആദ്യം നമ്മൾ കേൾക്കുന്നത്. കഥയമമ കഥയമമ കഥകളതി സാദരം കഥയമമ 5 മാത്ര 5 മാത്ര 5 മാത്ര. സാദരം സാ എന്നുള്ളത് ദീർഘാക്ഷരം, ദ ചെറിയ അക്ഷരം, രം വലിയ അക്ഷരം. അപ്പോൾ 5 മാത്രയായി. എല്ലാം ഖണ്ഡനട. അദ്ദേഹം ഖണ്ഡനടയുടെ ഒരു വലിയ ആരാധകനായിരുന്നു. കുഞ്ചൻ നമ്പ്യാരാകട്ടെ ചതുരശ്ര നടയുടെ ഒരു ആരാധകനായിരുന്നു. അദ്ദേഹം അതിലാണ് എല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. ഇതിലെ തിസ്ര നട എന്ന് പറയുന്നത് സായിപ്പിനും വളരെ ഇഷ്ടമുള്ള ഒരു നടയാണ്. അവർ വോൾസ് എന്ന് പറഞ്ഞ ആ നൃത്തം ചെയ്യാൻ തിസ്ര നടയിലാണ് അവർ സാധാരണ ചെയ്യാറ്. നമ്മൾ വോൾസ് എന്ന് കൊടുത്താൽ എൻ്റെ ഒരുപാട് ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്കതിൽ ഒരുപാട് കീർത്തനങ്ങളുണ്ട്, അതുപോലെ രസമുള്ള കുറച്ച് പാശ്ചാത്യ ശൈലിയിലുള്ള പാട്ടുകളുമുണ്ട്. ഞാൻ മുഴുവനായിട്ട് പാടുന്നില്ല, തിസ്ര നടയിലെ 2 വരികൾ പാടുകയാണ്. ഗാമഗരിഗ പരിഗ സ ഗാമഗരിഗ പരിഗ സ രീസനിധനി റിസദ്ദ പാപമഗപ്പ സന്നീദ ഗമദ പാഗ സഗപ്പ ദവമഗരി സരിഗ ഗാമമരിഗ പരിഗ സ വൈ. ഇത് താളം ഇടുന്നത് സാധാരണ ചെയ്യുന്ന പോലെ വിരളൊന്നും നമ്മൾ എണ്ണുന്നില്ല, ഇങ്ങനെ ആക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ തകിട എന്നുള്ള ശബ്ദം കേൾപ്പിക്കുകയാണ്. അതിൽ തായും കീയും 2ലും അടിക്കുകയാണ്. തക്കിട്ട 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 എന്നായിക്കൊണ്ടിരിക്കുകയാണ്. 1 2 3 1 2 3 1 2 3. ചുമ്മാ ഇങ്ങനെ ആക്കിയാൽ മതി, ആ താളം വളരെ സ്വാഭാവികമായിട്ട് വരും. മറ്റേത് വിരളൊക്കെ എണ്ണി അടിക്കുകയും തിരിക്കുകയൊക്കെ വേണം. ഇവിടെ ചുമ്മാ ഇങ്ങനെ ആക്കിയാൽ വളരെ സ്വാഭാവികമായിട്ടുള്ള താളമാണ്.
ഈ ഇത്തിരി ചടുലമായതുകൊണ്ട് ഇതിൽ കീർത്തനം എഴുതിയാൽ കീർത്തനത്തിൽ വളരെ നേർത്ത സംഗതികളൊന്നും പാടാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അത് കൂടുതൽ പാശ്ചാത്യ ശൈലിക്കാണ് കൂടുതൽ അനുയോജ്യം. നമുക്ക് പാശ്ചാത്യ ശൈലിയിൽ ത്യാഗരാജസ്വാമി എഴുതിയ തിസ്രനടയിലെ ഒരു കീർത്തനത്തിൻ്റെ 2 സ്റ്റാൻസ മാത്രം പാടാം. എൻ്റെ കുഞ്ഞുമകൾ കാശി ശങ്കറിന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. കാശി ശങ്കറിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പാടുന്നത്. 5 വയസ്സായ ആളാണ്. വരലീലഗാനലോല വരലീലഗാനലോല സുരപാല സുഗുണജാല ഭരിത നീലകള ഹൃദാലയ ശ്രുതിമു സുകരുണാലവാല പാലയ ശുമാ വരലീലഗാനലോല സുരപാല സുഗുണജാല ഭരിത നീലകൾ ഹൃദാലയ ശ്രുതിമൂല സുകരുണാലവാല പാലയ ശുമാ സുരവന്ദികാത്ത വൃന്ദ പരമന്തരധര സുന്ദരകര കുന്ദരധ ലിന്ദുമുഖസനന്ദനനുർ നന്ദനന്ദനേന്ദിരാവര ലീലഗാനലോല സുരപാല സുഗുണജാല ഭരിത നീലകള ഹൃദാലയ ശ്രുതിമൂൽ സുകരുണാലവാല പാലയ സുമാ വരലീലഗാനലോല